നമ്മൾ പിടിച്ചു വെക്കുന്ന പാമ്പുകളെ ഇത് സർക്കാർ സംവിധാനത്തിലെങ്കിൽ ഫോറസ്റ്റ് RRDമാരെ വന്ന് കൊണ്ടുപോകാഞ്ഞാൽ നമുക്കിതിന് പിടിക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. ഞാനൊക്കെ ഈ മേഖലയിൽ നിന്ന് റെസ്ക്യൂ നിർത്തുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോകും. സർക്കാരിൻ്റെ സഹായമില്ലാത്തതിനാൽ വലിയ പ്രതിസന്ധിയിലാണ് സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർമാർ. ജീവൻ പണയം വെച്ച് രാപ്പകൽ ഭേദമില്ലാതെയാണ് അവർ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പാമ്പുകളെ പിടിക്കുന്നത്. പക്ഷേ അവരുടെ ഒരു വിധത്തിലുമുള്ള ആവശ്യവും സർക്കാർ അംഗീകരിക്കുന്നില്ല. വലിയ പ്രതിസന്ധിയാണ് അവർക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. നമുക്കിപ്പം ബാബു എള്ളങ്കൽ ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായ വളണ്ടിയറാണ്. അപ്പോൾ ഇതൊക്കെ പാമ്പുകളാണല്ലേ, പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ നിങ്ങളുടെ പ്രതിസന്ധികൾ? ഞങ്ങളുടെ പ്രതിസന്ധി പറഞ്ഞാൽ ഞങ്ങൾക്ക് രാവും പോയില്ലാതെ ഓട്ടാ ഏത് നട്ടപാതിലേക്ക് വിളിച്ചാലും ഞങ്ങൾ പോകണം. സർപ്പൻ്റെ വളണ്ടിയേഴ്സ് ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും വിളിക്കുകയാണ്. എപ്പോഴും ഒരു രാപ്പകലില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഇല്ല, ഒരു ഇൻഷുറൻസ് പോലും ഇല്ല. പിന്നെ അതുമല്ല, നമ്മൾ പിടിക്കുന്ന പാമ്പുകളെ നമുക്ക് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഇതിനെ റിലീസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഫോറസ്റ്റ് തന്നെ അങ്ങനെ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കുറേ ആയിട്ട് നമ്മൾ താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ കൊണ്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഈ പാമ്പിനെ പിടിച്ചിട്ട് ഒരു വരുന്നില്ല കൊണ്ടുപോകാൻ. അപ്പോൾ ഞാനത് പ്രതിസന്ധിയിലുള്ളത്. നമ്മൾ കൂലിപ്പണിക്കാരനാണ്, കൂലിപ്പണീൻ്റെ ഇടയിലൂടെ ചെയ്യുന്ന ഒരു പണിയും കൂടിയാണ്. പണിയല്ല, ഒരു ഇതാണ്, ഒരു സേവനമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഭീതി പരത്തുമ്പം എവിടെയാണെങ്കിലും അവിടെ ഓടിയെത്താണ്. അപ്പോൾ ഇത് നമ്മൾ പിടിച്ചു വെക്കുന്ന പാമ്പുകളെ ഇത് സർക്കാർ സംവിധാനത്തിലെങ്കിൽ ഫോറസ്റ്റ് RRDമാരെ വന്ന് കൊണ്ടുപോകാഞ്ഞാൽ നമുക്കിതിന് പിടിക്കാൻ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധി ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. ഞാനൊക്കെ ഈ മേഖലയിൽ നിന്ന് റെസ്ക്യൂ നിർത്തുക എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 300ഓളം വളണ്ടിയേഴ്സ് സംസ്ഥാനത്തുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്? ഒക്കെ അവസ്ഥ തന്നെ. കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്, പാമ്പിനെ പിടിക്കുന്ന ഒരുപാട് ആൾക്കാർക്കൊക്കെ അവസ്ഥ അതാണ്. സർക്കാർ ഭാഗത്തുനിന്ന് അതിൽ കൊണ്ടുകൊടുത്താൽ ഒന്നും കിട്ടില്ല, ഒരില്ല. നമ്മൾ പെട്രോളും കത്തിച്ച് പോവുക, ഒരു സേവനമാണിത് സത്യത്തിൽ. പക്ഷേ നിങ്ങളോട് ഇതോട് ചെയ്യുമ്പോഴാണ് നമുക്ക് വിഷമം. അത് ഫോറസ്റ്റ് ഓഫീസർമാർ RRD വന്ന് എടുക്കാൻ നമുക്ക് പിന്നീട് പാമ്പ് പിടിക്കാൻ കഴിയില്ല. ജനവാസ മേഖലയ്ക്ക് ഇത് ഉപയോഗിക്കാൻ റിലീസാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണുള്ളത്. ജനങ്ങൾക്കിടയിൽ തുറന്നു വിട്ടാൽ അത് വലിയ പ്രശ്നമായി മാറും. ആൾക്കാർ നമ്മളെപ്പോഴും എങ്ങോട്ടാണ് പോകുന്നത്, പാമ്പൻ പിടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളെവിടെ ഇടുമോ എന്നുള്ളത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു സംഭവം എന്തായാലും ഫോറസ്റ്റ് ഏൽപ്പിക്കാൻ നിർബന്ധമാണ്. അപ്പോൾ ഈ പാമ്പിനെ പിടിക്കാനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? അപ്പോൾ പെട്രോളൊക്കെ വലിയ വില കൂടിയ സമയം കൂടിയാണ്. ഇല്ല, ഒരു ആനുകൂല്യമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആനുകൂല്യം ഉണ്ടാവില്ല. സ്വന്തം പണം മുടക്കി തന്നെ വേണം ഇങ്ങനെ യാത്ര ചെയ്യാൻ. ഇപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന പാമ്പുകളൊക്കെ എത്ര ദിവസം നമുക്ക് ഇങ്ങനെ സൂക്ഷിക്കാൻ കഴിയും? നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, നിയമം അനുസരിച്ച് നമ്മൾ സൂക്ഷിക്കാൻ പറ്റില്ല. ഒരു നേരി വന്നാൽ ഒരു 12 മണിക്കൂറൊക്കെ നമ്മളെ കൈ വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മുന്നേ നമ്മൾ ഫോറസ്റ്റിൽ RRDനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കൊടുക്കണം. കൊടുക്കില്ല 90% ചെയ്യരുത്. ഒരു വരാറില്ല. അവർ വന്ന് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. നിയമം അനുസരിച്ച് പാമ്പിനെ പിടിച്ച് വെച്ചാൽ, റെസ്ക്യൂവർ വിളിച്ച് വെച്ചാൽ RRD വന്നിട്ട് കൊണ്ടുപോകണം എന്നാണ് പറയാം. പക്ഷേ ഇവർ അത് അനുസരിക്കുന്നില്ല. അതാണ് നമ്മളെ മെയിൻ പ്രതിസന്ധി. സർക്കാരിൻ്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ്. അതെ, വലിയൊരു പ്രശ്നമാണ്. ഇതിപ്പോൾ 3 പെരുമ്പാമ്പ് ഇപ്പോൾ കയ്യിലുണ്ട്. അതൊക്കെ വലുതും ചെറുതൊന്നുമല്ല, വലിയ സൈസ് പാമ്പാണ്. അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് നടക്കാതെ തന്നെ വലിയ പറയാം. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചാക്കിന് കെട്ട് കഴിയുമ്പോൾ റോഡിൽ പോയാലും അത് ഇത് നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചാലും നമുക്ക് പ്രശ്നം. ഇത് പിടിച്ച് കൊണ്ടുവരുന്നതല്ല, നമ്മളെ കയ്യിൽ നിന്ന് ചത്തുപോയാലും അതിനും നമ്മൾ ഉത്തരവാദിയാണ്. ഇവർക്ക് ഒരു വിധത്തിലുള്ള ഇൻഷുറൻസ് പോലും ഇല്ല എന്നുള്ളതാണ്. പാമ്പ് പിടിക്കുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള അപകടം ഉണ്ടാകുന്നുണ്ട്, കടിയേൽക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു ഇൻഷുറൻസ് ഇല്ല, ഒരു ചികിത്സാ സഹായമില്ല, അങ്ങനെയുള്ള ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.